Students, welcome back to my class. Today we were going to discuss about the type Paramecium chordatum. In the last class we have discussed the salient features of kingdom protista. നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സാലിയൻ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അതിന് ടൈപ്പ് പഠിക്കാനുള്ളത് പാരമീസിയം കോഡേറ്റമാണ്. സോ ആ പാരമീസിയത്തിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് നോക്കാനുണ്ടായിരിക്കും, എല്ലാ സിസ്റ്റംസും എല്ലാതും നോക്കാനുണ്ട്. സോ നമുക്ക് നോക്കാം. Paramecium is a fairly large, free-living freshwater protist and also it is commonly found in ponds, streams, lakes, ditches, marshes, paddy fields, etc. And also it is popularly known as slipper animal cule. നമുക്ക് സ്ട്രക്ചർ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിനെ സ്ലിപ്പർ ആനിമൽ ക്യൂൾ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് പാരമീസിയം കോഡേറ്റം. സോ എന്തുകൊണ്ടാണ് സ്ലിപ്പർ ആനിമൽ ക്യൂൾ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫാൻസി ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഫാൻസി ഷേപ്പ് ഓഫ് ദ സോൾ ഓഫ് എ സ്ലിപ്പർ. ഒരു സ്ലിപ്പറിന്റെ സോളിന്റെ ഷേപ്പാണ് പാരമീസിയത്തിനുള്ളത്. ഹെൻസ് ഇറ്റ് ഇസ് നോൺ ആസ് സ്ലിപ്പർ ആനിമൽ ക്യൂൾ. ആൻഡ് its body has distinct anterior and posterior portions. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ആന്റീരിയർ പോർഷനും കാണുന്നുണ്ട്, അതുപോലെ തന്നെ പോസ്റ്റീരിയർ പോർഷനും കാണുന്നുണ്ട്. The posterior portion is wider than the anterior half. ഈ anterior halfനെക്കാട്ടിലും wider ആണ് posterior half എന്ന് പറയുന്നത്. And also അത് കൂടാതെ the ventral surface, അത് കൂടാതെ അതിന് ventral and dorsal surface കാണുന്നുണ്ട്. Ventral surface is marked by an oblique depression called oral groove. This is a oral groove. Ventral surface ഒരു oral groove അല്ലെങ്കിൽ depression called oral groove കാണുന്നുണ്ട്. Okay. So Paramecium chordatum it's also commonly known as slipper animal cule. അതിന് anterior portionും കാണാം, posterior portionും കാണുന്നുണ്ട്. Shape of a slipper ആണ് ഇതിനുള്ളത്. Okay. The body of Paramecium is covered all around by a leathery living membrane known as pellicle. അതിന്റെ ബോഡി കവർ ചെയ്തുകൊണ്ട് പെല്ലിക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. This is ഒരു leathery living membrane is called pellicle. This is leathery ആയിട്ടുള്ള living membrane കൊണ്ട് ഈ പാരമീസിയത്തിന്റെ ഹോൾ ബോഡി കവർ ചെയ്തിട്ടുണ്ട്. This is known as pellicle അല്ലെങ്കിൽ periplast. Distributed all over the body surface are numerous rows of cilia. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ന്യൂമറസ് ആയിട്ട് ഒരുപാട് സീലിയ കാണാം. കുറച്ച് ഇങ്ങനെ പ്രൊജക്റ്റ് നിൽക്കുന്നുണ്ടല്ലോ, അതാണ് സീലിയ. ന്യൂമറസ് ആയിട്ട് ബോഡി സർഫസിൽ ഒരുപാട് സീലിയ കാണുന്നുണ്ട്. ഓക്കെ. സോ പെല്ലിക്കിൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ബോഡി. ഈ പെല്ലിക്കിളിന്റെ മുകളിൽ പുറത്തേക്കായിട്ട് ഒരുപാട് സീലിയ, ന്യൂമറസ് സീലിയ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. And pellicle encloses cytoplasm which has two regions, namely outer cortex or ectoplasm and inner medulla അല്ലെങ്കിൽ endoplasm. സോ പെല്ലിക്കിൾ ആണ് ഈ സൈറ്റോപ്ലാസത്തിനെ എൻക്ലോസ് ചെയ്യുന്നതാണ്. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ബോഡിയുടെ ഉള്ളിൽ കാണുന്ന ഈ ഭാഗമാണ് സൈറ്റോപ്ലാസം. പെല്ലിക്കിൾ ഈ സൈറ്റോപ്ലാസത്തിനെ ഫുൾ ആയിട്ട് എൻക്ലോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ രണ്ട് റീജിയൻ സൈറ്റോപ്ലാസത്തിന് കാണാം. ദേ ആർ ഔട്ടർ കോർട്ടെക്സ് അല്ലെങ്കിൽ എക്ടോപ്ലാസം ആൻഡ് ഇന്നർ മെഡുല്ല ഓർ എൻഡോപ്ലാസം. ഓക്കെ. ഔട്ടർ കോർട്ടെക്സ് ഓർ എക്ടോപ്ലാസം ആൻഡ് ഇന്നർ മെഡുല്ല ഓർ എൻഡോപ്ലാസം. ഓക്കെ. ഔട്ടർ കോർട്ടെക്സ് കാണുന്നുണ്ട്, പെല്ലിക്കിൾ എൻക്ലോസ് ചെയ്യുന്നു, സൈറ്റോപ്ലാസത്തിനെ എൻക്ലോസ് ചെയ്യുന്നു. സൈറ്റോപ്ലാസം ഹാസ് ടു ഡിസ്റ്റിങ്ക്ട് റീജിയൻസ്, outer cortex or ectoplasm, inner medulla or endoplasm. The cortical cytoplasm contains a large number of saccular bodies known as trichocysts. ഒരുപാട് സാക്കുലർ ബോഡീസ് കാണാം. ഇറ്റ്സ് നോൺ ആസ് ട്രൈക്കോസിസ്റ്റ്. ട്രൈക്കോസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് സാക്കുലർ ബോഡീസ് ആണ് കോർട്ടിക്കൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ എക്ടോപ്ലാസം എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ഔട്ടർ ഈ പോർഷനാണ്. അവിടെ ഒരുപാട് സാക്കുലർ ബോഡീസ് ആയുള്ള ട്രൈക്കോസിസ്റ്റ് കാണുന്നുണ്ട്. The whole surface cilia, in fact, take their origin from the cortical cytoplasm. അപ്പോൾ നിങ്ങൾക്ക് കാണാം കോർട്ടിക്കൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിന്റെ ഈ കുറച്ച് ദൂരത്ത് കാണുന്ന ഈ വിട്ട് കാണുന്ന ഈ ഭാഗമാണ് കോർട്ടിക്കൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് സീലിയ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഈ കുറച്ചും കൂടി ഇന്നർ ആയിട്ട് കാണുന്ന ഭാഗമാണ് മെഡുലറി സൈറ്റോപ്ലാസം. മെഡുലറി സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് എന്താണ്? മെഡുലറി സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് എ ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ്, two chondrital vacuoles, several foot vacuoles and cell organelles such as endoplasmic reticulum, mitochondria, ribosomes, lysosomes, Golgi bodies and centrioles. Okay, you understood? Pellicle cytoplasm enclose ചെയ്യുന്നുണ്ട്. Cytoplasm രണ്ട് regions കാണാം, outer cortex or ectoplasm, inner medulla or endoplasm. ഈ cortical cytoplasm അല്ലെങ്കിൽ ectoplasm എന്നാണ് ഒരുപാട് ട്രൈക്കോസിസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. They are saccular bodies ആണ്. ട്രൈക്കോസിസ്റ്റ് നമുക്ക് പിന്നെ ടീച്ചറായിട്ട് പഠിക്കാം. മെഡുലറി സൈറ്റോപ്ലാസം കണ്ടെയ്ൻസ് ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ് കാണുന്നു. ടു കോൺട്രാക്റ്റൈൽ വാക്യൂൾസ്, സെവറൽ ഫുഡ് വാക്യൂൾസ്, സെൽ ഓർഗനൽസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക്
സോ ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ് കാണുന്നുണ്ട്. ദിസ് ഈസ് ദ ന്യൂക്ലിയർ അപ്പാരറ്റസ്. ഡൈമോർഫിക് എന്ന് പറയാൻ കാരണം രണ്ട് ടൈപ്പ് ന്യൂക്ലിയസ് കാണുന്നുണ്ട് ഇവിടെ. മാക്രോ ന്യൂക്ലിയസ്, ഈ വലുതായിട്ട് കാണുന്ന ന്യൂക്ലിയസ് ആണ് മാക്രോ ന്യൂക്ലിയസ്, ആൻഡ് സ്മോൾ മൈക്രോ ന്യൂക്ലിയസ് ക്യാൻ ബി സീൻ. ഓക്കെ, ലാർജ് മാക്രോ ന്യൂക്ലിയസ് കാണുന്നു, അതുപോലെ തന്നെ സിംഗിൾ കോമ്പാക്ട് ആയുള്ള സ്മോൾ മൈക്രോ ന്യൂക്ലിയസ് കാണുന്നു. ഇവർക്ക് രണ്ട് ന്യൂക്ലിയസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ദേ കനോട്ട് സർവൈവ് വിതൗട്ട് മാക്രോ ന്യൂക്ലിയസ് ആൻഡ് ഓൾസോ കനോട്ട് റീപ്രൊഡ്യൂസ് വിതൗട്ട് ദ മൈക്രോ ന്യൂക്ലിയസ്. മൈക്രോ ന്യൂക്ലിയസ് ഇല്ലാതെ അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, മാക്രോ ന്യൂക്ലിയസ് ഇല്ലാതെ അവർക്ക് സർവൈവ് ചെയ്യാനും സാധിക്കില്ല. ആൻഡ് ഓൾസോ ദേ റീപ്രൊഡ്യൂസ് ബൈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതായത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കൂടാതെ എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു, കോൺട്രാക്ടൈൽ വാക്യൂൾസ് കാണുന്നുണ്ട്. ദീസ് ആർ ദ കോൺട്രാക്ടൈൽ വാക്യൂൾസ്. ഇവിടുത്തെ ദിസ് ഈസ് ദ സ്റ്റാർ ഷേപ്പ് കാണുന്നുണ്ട്. സ്റ്റാർ ഷേപ്പിൽ ഇവിടെ ഒരു കോൺട്രാക്ടൈൽ വാക്യൂൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റീരിയർ പോർഷനിലും കോൺട്രാക്ടൈൽ വാക്യൂൾ കാണുന്നുണ്ട്. സോ ദിസ് ഈസ് ദ ആന്റീരിയർ കോൺട്രാക്ടൈൽ വാക്യൂൾ ആൻഡ് പോസ്റ്റീരിയർ കോൺട്രാക്ടൈൽ വാക്യൂൾ. ഈ കോൺട്രാക്ടൈൽ വാക്യൂൾ ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദേ എക്സ്ക്രീറ്റ് excess water taken up from the outside, regulating the water contents of the body. വാട്ടർ കണ്ടന്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ഈ കോൺട്രാക്ടൈൽ വാക്യൂൾസ് ആണ്. എക്സസ് വാട്ടറിനെ അവർ പുറത്തുനിന്നെടുത്ത എക്സസ് വാട്ടറിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ഈ കോൺട്രാക്ടൈൽ വാക്യൂളിലാണ്. അത് സ്റ്റാർ ഷേപ്പ് ആയിട്ടാണ് കാണുന്നത്. ഒരു കളക്ടിങ് കനാലാണ് അതിന്റെ ചുറ്റും കാണുന്നത്. ആ കളക്ടിങ് കനാൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അതിന്റെ സ്റ്റാർ ഷേപ്പ് പോലെ തോന്നുന്നത്. സോ ആന്റീരിയർ കോൺട്രാക്ടൈൽ വാക്യൂൾ കാണുന്നുണ്ട്, പോസ്റ്റീരിയർ കോൺട്രാക്ടൈൽ വാക്യൂൾ കാണുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ സെവറൽ ഫുഡ് വാക്യൂൾസ് കാണാം. ന്യൂലി ഫോംഡ് ഫുഡ് വാക്യൂൾ ഇവിടെ കാണാം. ഇവിടെ ഫുഡ് വാക്യൂൾസ് കാണുന്നുണ്ട്. അത് കൂടാതെ സെൽ ഓർഗനലൈസ് കാണാം. സെൽ ഓർഗനലൈസ് ആയുള്ള എന്തൊക്കെയാണ്, റൈബോസോം കാണുന്നുണ്ട്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അങ്ങനെ എല്ലാ സെല്ലിലോ കാണുന്ന എല്ലാ സെൽ ഓർഗനലൈസും ഇതിൽ കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ സെൻട്രിയോൾസും കാണുന്നുണ്ട്. ഓക്കെ, ഒരു എല്ലാം സെൽ ഓർഗനലൈസ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ലൈസോസോം, ഗോൾജി ബോഡീസ് ആൻഡ് സെൻട്രിയോൾസ്, അങ്ങനെ എല്ലാ സെൽ ഓർഗനലൈസും ഈ പാരമീസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് പെല്ലിക്കിൾ നോക്കാം. പെല്ലിക്കിൾ നമ്മൾ പറഞ്ഞില്ലേ, പെല്ലിക്കിളാണ് ഈ ബോഡീനെ അവിടെ കവർ ചെയ്തിട്ട് ഹോൾ ബോഡി കവർ ചെയ്തുകൊണ്ട് പെല്ലിക്കിൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ എന്താണ് പെല്ലിക്കിൾ എന്ന് നോക്കാം. പെല്ലിക്കിൾ ഈസ് എൻ എലാസ്റ്റിക് ഡബിൾ ലെയർഡ് ലിവിംഗ് മെമ്പറൈൻ ദാറ്റ് കവേഴ്സ് ദ ബോഡി ഓഫ് പാരമീസിയം. പെല്ലിക്കിൾ എന്ന് പറയുന്നത് എലാസ്റ്റിക് ആയിട്ടുള്ള ഡബിൾ ലെയർഡ് മെമ്പറൈൻ ആണ്, ലിവിംഗ് മെമ്പറൈൻ ആണ്. അത് പാരമീസിയത്തിന്റെ ഹോൾ ബോഡീനെ കവർ ചെയ്യുന്നു. It is secreted by cortical cytoplasm and maintains the constant shape and form of the body. നിങ്ങൾക്കിവിടെ കാണാം, അത് സെക്രീറ്റ് ചെയ്യുന്നത് കോർട്ടിക്കൽ സൈറ്റോപ്ലാസം ആണ്. ഇതാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. പെല്ലിക്കിൾ ആണ് അത് സെക്രീറ്റ് ചെയ്യുന്ന കോർട്ടിക്കൽ സൈറ്റോപ്ലാസം ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ കോൺസ്റ്റന്റ് ഫോം ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡി. ഈ ബോഡിയുടെ കോൺസ്റ്റന്റ് ഫോം ആൻഡ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പെല്ലിക്കിൾ ആണ്. ഇറ്റ്സ് ഔട്ടർ സർഫേസ് ഇസ് മാർക്ക്ഡ് ബൈ ന്യൂമറസ് ലോഞ്ചിറ്റ്യൂഡിനൽ റോസ് ഓഫ് എക്സ്റ്റേണൽ ഡിപ്രഷൻസ്. അതിന്റെ ഔട്ടർ സർഫേസിൽ ഒരുപാട് ഹെക്സഗണൽ ഡിപ്രഷൻസ് കാണുന്നുണ്ട്. ഔട്ടർ സർഫേസിലായിട്ട് ഒരുപാട് ഡിപ്രഷൻസ് കാണുന്നുണ്ട്. അഡ്ജസന്റ് ഡിപ്രഷൻസ് ആർ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ബൈ ഇന്റർവീനൽ റിഡ്ജസ്. ആ ഡിപ്രഷൻസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർവീനൽ റിഡ്ജസ് കാണാം. അറ്റ് ദ ബോട്ടം ഓഫ് ഈച്ച് ഡിപ്രഷൻ ഈസ് ആൻ ഓപ്പണിംഗ് കോൾഡ് സർക്കംസീലിയറി സ്പേസ്. ഓക്കെ, അതിന്റെ ഡിപ്രഷൻ ഉണ്ട് പറഞ്ഞു, ആ ബോട്ടത്തിലായിട്ട് ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് സർക്കംസീലിയറി സ്പേസ്. ത്രൂ ദിസ് എ സീലിയം എമർജസ് ഔട്ട് ഫ്രം ദ കോർട്ടെക്സ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിൽ നിന്നാണ് അല്ലെങ്കിൽ എക്ടോപ്ലാസത്തിൽ നിന്നാണ് സീലിയ ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞു. സോ ഈ കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിന്റെയും സീലിയയുടെ ഇടയിൽ എന്ത് കാണുന്നുണ്ട്, പെല്ലിക്കിൾ കാണുന്നുണ്ട്. ഇതാണ് പെല്ലിക്കിൾ, ബ്ലൂ കളറിൽ ഡാർക്ക് ആയിട്ട് കാണുന്നതാണ് പെല്ലിക്കിൾ. അപ്പോ പെല്ലിക്കിളിന് എന്ത് കാണാം, പെല്ലിക്കിളിന് ന്യൂമറസ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ റോസ് ഓഫ് ഹെക്സഗണൽ ഡിപ്രഷൻസ് കാണുന്നുണ്ട്. ആ ഡിപ്രഷൻസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇന്റർവീനിയൽ റിഡ്ജസ് കാണുന്നുണ്ട്. അതുകൂടാതെ ഓരോ ഡിപ്രഷനിലും ഓരോ ഓപ്പണിംഗ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് സർക്കംസീലിയറി സ്പേസ്. ആ സർക്കംസീലിയറി സ്പേസ് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, കോർട്ടെക്സ് നിന്ന് സീലിയ എമർജ് ചെയ്യുന്നത്. ആ സ്പേസിലൂടെയാണ് കോർട്ടെക്സ് എന്നാണ് സീലിയ ഉണ്ടാവുന്ന പറഞ്ഞത്. അപ്പൊ ആ സ്പേസിലൂടെയാണ് സീലിയ പുറത്തേക്ക് എമർജ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പെല്ലിക്കിൾ ഈസ് ഫോംഡ് ഓഫ് 2 മെംബ്രെയിൻസ്. പെല്ലിക്കിൾ ഫോം ചെയ്തുള്ളത് 2 മെംബ്രെയിൻസ് കൊണ്ടാണ്. They are outer and inner membranes. Outer membranes serve as the plasma membrane, whereas inner one serve as the soft lining of the cytoplasmic surface. Okay, pellicle 2 membranes കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്, outer and inner. Outer membranes എന്ന് പറയുന്നത് plasma membrane ആയിട്ട് ആക്ട് ചെയ്യുന്നു, and inner one serve as the soft lining of the cytoplasmic surface. അതിന്റെ ഇന്നർ സൈഡ് എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസം അല്ലേ, സോ അത് സൈറ്റോപ്ലാസത്തിന് ഒരു സോഫ്റ്റ് ലൈനിങ് ആയിട്ട് കൊടുക്കുന്നുണ്ട്.
In between the inner membrane and the cytoplasmic surface is a vacuolar layer known as alveolar layer. ഇനി ഈ സോഫ്റ്റ് ലൈനിങ് അല്ലെങ്കിൽ സോഫ്റ്റ് ലൈനിങ്ങിന്റെ ഇടയിൽ സോഫ്റ്റ് ലൈനിങ്ങിന്റെയും സൈറ്റോപ്ലാസത്തിന്റെ ഇടയിലായിട്ട് ഒരു ഇന്നർ മെംബ്രെയിൻ കാണുന്ന ഒരു സൈറ്റോപ്ലാസ്മിക് സർഫസ് ഒരു വാക്യുലർ ലെയർ കാണുന്നുണ്ട്. ഇറ്റ്സ് നോൺ ആസ് alveolar layer. It consists of a series of inflated spaces known as alveoli. Okay. So inner membrane, in between the inner membrane and the cytoplasmic surface is a vacuolar layer known as alveolar layer കാണുന്നു. It consists of series of inflated spaces known as alveoli. അതിന്റെ ഒരുപാട് inflated spaces ആയുള്ള alveoli നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പെല്ലിക്കിളിന്റെ കാര്യം പറഞ്ഞത്, പെല്ലിക്കിളിന് രണ്ട് മെംബ്രെയിൻസ് ആണ് ഉണ്ടാക്കിയുള്ളത് പറഞ്ഞു, ഔട്ടർ ആൻഡ് ഇന്നർ. ഔട്ടർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിന് ഒരു സോഫ്റ്റ് ലൈനിങ് കൊടുക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദ ഇന്നർ മെംബ്രെയിൻ ആൻഡ് സൈറ്റോപ്ലാസ്മിക് സർഫസ് നമുക്ക് വാക്യുലർ ലെയർ കാണുന്നു. ഇറ്റ്സ് നോൺ ആസ് ആൽവിയോളർ ലെയർ. ആൻഡ് ഓൾസോ അവിടെയാണ് സീരീസ് ഓഫ് സ്പേസസ് നോൺ ആസ് ആൽവിയോളെ കാണുന്നത്. ഇത്രയാണ് പെല്ലിക്കിളിന്റെ കാര്യം പറയാനുള്ളത്. നമ്മൾ ജസ്റ്റ് നോക്കിയത് പാരമീസിയം കോഡേറ്റം, പാരമീസിയത്തിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞത്. സോ പാരമീസിയം കംസ് അണ്ടർ ഫൈലം സീലിയോഫോറ ആൻഡ് ഫാമിലി പാരമീസിഡെ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ സ്ട്രക്ചറിൽ ഉള്ളത് നോക്കി. പാരമീസിന് സ്ലിപ്പർ ആനിമലിക്യൂഡ് എന്നുള്ളൊരു വേറെ പേരും കൂടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ബോഡി എൻ്റയർ ബോഡി കവർ ചെയ്യുന്നത് പെല്ലിക്കിളാണ്. പെല്ലിക്കിളിന്റെ പുറത്തേക്ക് ഒരുപാട് ന്യൂമറസ് ആയുള്ള സീലിയ കാണുന്നുണ്ട്. ഹോൾ ബോഡിയിൽ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന സീലിയാണ്. അതുപോലെ തന്നെ എന്ത് കാണുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള കോൺട്രാക്ടൽ വാക്യൂൾ കാണാം, ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. ആൻഡ് ഓൾസോ ടു ടൈപ്സ് ഓഫ് ഡൈമോർഫിക് ന്യൂക്ലിയസ് ആണ് കാണുന്നത്. മാക്രോ ന്യൂക്ലിയസ് ആൻഡ് മൈക്രോ ന്യൂക്ലിയസ് കാണുന്നുണ്ട്. ഇത് കൂടാതെ ഫുഡ് വാക്യൂൾസ് കാണാം. ആൻഡ് ഓൾസോ എല്ലാ സെൽ ഓർഗനൈസേഴ്സും കാണുന്നുണ്ട്. സച്ച് ആസ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, മൈറ്റോകോൺട്രിയ, റൈബോസോംസ്, ലൈസോസം, ഗോൾജി ബോഡീസ് ആൻഡ് സെൻട്രിയോൾസ് കാണാം. വെൻട്രൽ സൈഡിൽ ഓറൽ ഗ്രൂവ് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ പെല്ലിക്കുലർ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.